നമസ്കാരം, ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. കനോലി കനാലിൽ അജ്ഞാത മൃതദേഹം കരക്കടിഞ്ഞു. എടത്തിരുത്തി പൈനൂർ LP സ്കൂളിന് കിഴക്ക് ഭാഗത്തുള്ള ഫാമിനടുത്താണ് കുളവാഴകൾക്കിടയിൽ മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 8:30യോടെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടത്. 50 വയസ്സോളം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 2 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി. തൃപ്രയാർ ദേശീയപാതയിൽ തെക്കേ പെട്രോൾ പമ്പിന് മുൻവശത്തെ വൈദ്യുതി തൂണിൽ ബസ്സിടിച്ച അപകടം. തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായി. ബുധനാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. പെട്രോൾ പമ്പിൽ നിർത്തിയിടാനായി ബസ് പുറകോട്ടെടുക്കുന്നതിനിടെ അബദ്ധത്തിൽ വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. വൈദ്യുതി തൂൺ 2ആയി പിളർന്നു. 11 kV ലൈൻ ഉൾപ്പെടെ പോകുന്ന വൈദ്യുതി കാലാണ് തകർന്നത്. വാഹനം തിരിക്കുന്നത് നോക്കാനായി ബസ്സിൽ കണ്ടക്ടറോ ക്ലീനറോ ഉണ്ടായിരുന്നില്ലെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പെട്രോൾ പമ്പിലെ ജീവനക്കാർ ഉറക്കെ ശബ്ദമുണ്ടാക്കിയാണ് ബസ് നിർത്തിയത്. വൈദ്യുതി ലൈനുകൾ റോഡിലേക്ക് പൊട്ടി വീഴാഞ്ഞത് മൂലം വലിയ അപകടം ഒഴിവായി. ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. തൃപ്രയാറിൽ ബുധനാഴ്ച രാത്രി മുതൽ വൈദ്യുതി വിതരണം നിലച്ചിരിക്കുകയാണ്. മണലൂർ 6-ാം വാർഡിലെ പണിക്കർ റോഡിൽ കൽവേർട്ട് തകർന്ന് യാത്രക്കാർക്ക് അപകട ഭീഷണിയായ നിലയിൽ. കൽവർട്ടിന്റെ കോൺക്രീറ്റുകൾ ദ്രവിച്ച് അടർന്ന് വലിയ ദ്വാരമാണ് ഉണ്ടായിരിക്കുന്നത്. 2019-ൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,30,000 രൂപയ്ക്കാണ് കൽവർട്ട് നിർമ്മിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ ഗതാഗതത്തിനായി ആശ്രയിക്കുന്ന കൽവർട്ടാണ് അപകടകരമായ രീതിയിൽ തകർന്നു കിടക്കുന്നത്. ഇതുമൂലം ഏറെ ദൂരം നടന്നു വന്നതിന് ശേഷമാണ് കുട്ടികൾക്ക് സ്കൂൾ വാഹനങ്ങളിലേക്ക് കയറാനാകുന്നത്. കൽവർട്ട് നിർമ്മാണത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി മണലൂർ പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ആരോപിച്ചു. ഒരാഴ്ച കാലമായി ഈ സ്ലാബ് വളരെ പൊട്ടി തകർന്ന നിലയിലാണ്. ഞങ്ങളത് ഇവിടെയുള്ള നാട്ടുകാരും റോഡ് കമ്മിറ്റിക്കാരും പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള അളവിൽ കമ്പിയോ സിമെൻ്റോ ഒന്നും അതിൽ ചേർത്തിട്ടില്ലെന്ന് മാത്രമല്ല, തുരുമ്പിടിച്ച കമ്പിയാണ് സ്ലാബിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇവിടെ ഈ പണിക്കർ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 50ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെയുള്ള മക്കൾക്ക് സ്കൂളിൽ പോകുന്നതിനോ, കാരണം ഏകദേശം 3-4 സ്കൂൾ ബസ്സുകൾ ഇതിൽ കടന്നു പോകണം ഇവിടെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളിത് ഉണ്ടായ വഴിക്ക് തന്നെ പഞ്ചായത്തിലെ AEയും ഓവർസിയറുടെ അടുത്തും വിവരം ധരിപ്പിച്ചിരുന്നു. പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പ് ഓഫീസിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൊടുത്ത് കൂടാതെ അന്തിക്കാട് ബ്ലോക്ക് ഓഫീസിൽ തൊഴിലുറപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കും എഞ്ചിനീയർക്കും ഞങ്ങൾ പരാതി നൽകുകയും അന്ന് തന്നെ കണ്ടശാങ്കടവ് താനാപ്പാടത്തുള്ള സ്ലാബ് മാറ്റി ഞങ്ങൾക്കത് പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഏകദേശം ഒരാഴ്ച കാലമായി യാതൊരു നടപടിയും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത സമരപരിപാടികളിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ് ഇവിടെയുള്ള നാട്ടുകാരും റോഡ് കമ്മിറ്റിക്കാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയായ അളവിൽ സിമന്റ് ചേർക്കാതെ പഴയ തുരുമ്പിച്ച കമ്പി ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. കൽവർട്ട് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിച്ച് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും കരാറുകാർക്കെതിരെയും നടപടിയെടുക്കണമെന്നും പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ആവശ്യപ്പെട്ടു. പരാതി കൊടുത്തിട്ട് നാളുകളായിട്ടും അപകടാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതിലെ വണ്ടികൾ ഒരു 3 സ്കൂൾ ബസ്സുകൾ ഇതിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായി സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ സ്കൂൾ ബസ് ഇതിൽ വരുന്നില്ല. കുട്ടികളൊക്കെ അപ്പുറത്തേക്ക് നടന്നിട്ടാണ് വണ്ടി കയറുന്നത്. ഒന്നുമില്ലെങ്കിൽ സ്ലാബ് നന്നാക്കാനുള്ള ഏർപ്പാട് ചെയ്യുക, അല്ലെങ്കിൽ ഈ റോഡ് മൊത്തമായിട്ട് ബ്ലോക്ക് ചെയ്തിടാൻ അതിൻ്റെ അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ്. തൃത്തല്ലൂർ മൊളു ബസാർ റോഡരികിൽ വീതി കുറഞ്ഞ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ തറ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതിലെ വലിയ ചരക്കു ലോറികളും ടൂറിസ്റ്റ് ബസ്സുകളും പോകുമ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് ഒതുക്കിയിടാൻ കഴിയുന്നില്ല. സ്കൂൾ വിട്ടുപോകുന്ന വിദ്യാർത്ഥികൾക്കും വഴി ഒതുക്കാൻ സാധിക്കാതെ വീഴുന്നതും നിത്യസംഭവമാണ്. ഇത് നീക്കം ചെയ്യാൻ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.